നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്നരായ പിതാക്കന്മാരെ, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് പ്രത്യേകിച്ച് ഒരു രൂപമില്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഭിമാനം എന്ന് വിളിക്കപ്പെടാവുന്ന മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ അന്തർദേശീയ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ കടന്ന് വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ചില പ്രത്യേക ക്രമീകരണങ്ങൾ എനിക്ക് യാത്രയിൽ ചെയ്യേണ്ടി വന്നു. ഇന്നും നാഗപ്പൂർ സെമിനാരിയുടെ കോൺവൊക്കേഷന് ശേഷമുള്ള ഗവേണിംഗ് ബോർഡ് പ്രതിനിധി സമ്മേളനത്തിലൊക്കെ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അത് അത്രയും വേണ്ടെന്ന് വെച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട മാത്യൂസ് വർഗീസ് അച്ഛൻ്റെ അതീവ നിർബന്ധം നിമിത്തമായിട്ട് ആ ടിക്കറ്റ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങാവുന്ന വിധത്തിൽ റീഅറേഞ്ച് ചെയ്ത് നിങ്ങളെ കാണുവാൻ തക്കവണ്ണമാണ് എനിക്ക് ഇപ്പോൾ അവസരമുണ്ടായിരിക്കുന്നത്. നിങ്ങളെ ഒരുമിച്ച് കാണാൻ കിട്ടുന്ന സന്ദർഭമെന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ നാനാഭാഗങ്ങളിൽ നിന്ന്, എൻ്റെ മുഖത്തൊന്ന് മാറി നിൽക്കുക, മലങ്കര സഭയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള അമ്മമാർ, സഹോദരികൾ, കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു സഭയുടെ പ്രധാന മേലധ്യക്ഷനുണ്ടാകുന്ന ആഹ്ലാദം ചില്ലറയല്ല. പക്ഷേ കഴിഞ്ഞ ഒരു മാസം ദൈവത്തിൽ നിന്ന് ഞാനൊരു ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു. നിങ്ങളെ മാത്രമല്ല ദൈവം ശിക്ഷിക്കുന്നത്, എന്നെയും ശിക്ഷിക്കാറുണ്ട്. ആ ശിക്ഷയുടെ കാരണം മറ്റൊന്നുമല്ല, മലങ്കര സഭയുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഞാൻ പങ്കെടുക്കേണ്ട എന്ന ഒരു ആശയമാണ് ദൈവം അതിലൂടെ പ്രതീക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാസമായി ഞാൻ സംസാരിക്കാറില്ലായിരുന്നു. കാരണം എൻ്റെ ശബ്ദരഹിതമായി പോയി. സക്രിയ പുരോഹിതനോട് മാലാക പറഞ്ഞതുപോലുള്ളൊരു അനുഭവം. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് യൂറോപ്പ് സന്ദർശിക്കേണ്ട ഒരു ഘട്ടം വന്നത്. ആ സമയത്ത് ആ ശിക്ഷയിൽ നിന്ന് 10 ദിവസത്തെ പരോള് അനുവദിക്കണമെന്ന് തമ്പുരാനോട് ചോദിച്ചപ്പോൾ പരോൾ അനുവദിച്ചു. ഞങ്ങൾ മലങ്കര സഭയുടെ പ്രതിനിധി സംഘം എന്ന നിലയിൽ യൂറോപ്പിൽ പോയി, പ്രത്യേകിച്ച് വത്തിക്കാനിൽ പോയി റോമൻ കത്തോലിക്ക സഭയുടെ തലവനായിരിക്കുന്ന മാർപ്പാപ്പ തിരുമേനിയെ കണ്ടു. അദ്ദേഹത്തുമായുള്ള സന്ദർശനത്തിൽ ഒട്ടേറെ സന്ദേശങ്ങൾ ലോകത്തിന് നൽകാനുണ്ടെന്ന് എനിക്ക് തോന്നി. അത് പറയലല്ല എൻ്റെ ഇപ്പോഴത്തെ ചുമതല. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ദൈവം ഓരോ സ്ഥാനത്ത് ആക്കി വെക്കുന്നുണ്ട്. ആക്കി വെക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യവും ലക്ഷ്യവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ദൗത്യവും ലക്ഷ്യവും നാം പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും പുതിയ പുതിയ ചുമതലകളും ദൗത്യങ്ങളും നമ്മെ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഏറ്റവും ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന മേരി മാത്യു ടീച്ചറെ 2 കാര്യങ്ങൾ എൻ്റെ മുൻപാകെ ആദ്യം അവതരിപ്പിച്ചു. അതൊന്ന്, മലങ്കര സഭയിലെ പ്രാതിനിധ്യ സ്വഭാവം അല്പം കൂടെ വേണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം നല്ലതാണ്. എനിക്ക് ഒരു കാര്യം അതിനെക്കുറിച്ച് ഞാൻ ഒരു വാചകം പറയുന്നതിൽ നിങ്ങൾ പരിഭവിക്കുകയില്ലെന്ന് ഞാൻ വിചാരിക്കട്ടെ. നമ്മുടെ സഭ പരിശുദ്ധ വേദപുസ്തകത്തിലും അതുപോലെ തന്നെ പാരമ്പര്യങ്ങളിലും കാനോനകളിലും കൃത്യമായി വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നൊരു സഭയാണ്. സമൂഹത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതുപോലെ പകർത്തുവാനായിട്ട് നിവൃത്തിയില്ല. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളെന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. നേരത്തെ 5 എണ്ണമായിരുന്നു. അലക്സാണ്ട്രിയൻ സഭ, അന്ത്യോക്യൻ സഭ, അർമേനിയൻ സഭ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ, എത്യോപ്യൻ സഭ, എറിട്രിയൻ സഭ. ഈ 6 സഭകളും നമ്മുടെ വിശ്വാസം ഒരുപോലെ സ്വീകരിക്കുകയും പരസ്പരം വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യാം. ഈ 6 സഭകളിലുള്ള ഭരണക്രമം എങ്ങനെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ
ആ സഭകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്ത് പെരുമാറുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. എത്യോപ്യൻ സഭയിലോ അർമേനിയൻ സഭയിലോ അലക്സാണ്ട്രിയൻ സഭയിലോ സിറിയൻ സഭയിലോ എറിട്രിയൻ സഭയിലോ ഒക്കെ ഉള്ള പരിഷ്കാരത്തെക്കാൾ കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായി നൽകപ്പെട്ടിട്ടുള്ളത് മലങ്കര ഓർത്തഡോക്സ് സഭയിലാണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. കുന്നംകുളം ഭദ്രാസനത്തിലെ എൻ്റെ ഒരു പള്ളിയിൽ ഇപ്പോഴത്തെ ഒരു കൈക്കാരൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. എൻ്റെ പള്ളിയിലെ ഒരു സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ ഏറ്റവും വിശ്വസ്തരായി പ്രവർത്തിക്കുകയും സഭയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉജ്ജ്വല പ്രകാശമായി തീരുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾക്ക് എന്തു വേണമെന്നുള്ളത് സഭ നല്ലതുപോലെ ചിന്തിക്കുകയും അതിനുവേണ്ടി എപ്പോഴും ചെയ്യാവുന്നത് പരമാവധി ചെയ്യുകയും ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കേണ്ടതില്ല. എന്നാൽ മലങ്കര സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രതിനിധികളിലാണ്. ഇന്നത്തെ ഒരു ചുറ്റുപാട് ആലോചിച്ചാൽ പലപ്പോഴും, ഞാൻ പറയുന്ന അധികപ്പറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വളരെ നല്ല മനുഷ്യർ സഭയുടെ രണ്ടാം നിരയിൽ നിൽക്കുന്നവരാണ്. അവർ ഒന്നാം നിരയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളതായ പ്രായോഗികമായ അവസ്ഥാവിശേഷം. മറ്റൊന്നുമല്ല, ഓരോ ഇടവകകളിലും നാം ഈ വക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ വളരെ നല്ല ആളുകൾ ദൂരെ നിന്നുകൊണ്ട് സഭയെ സ്നേഹിക്കുകയും സഹായിക്കുകയും അതേസമയം വിശ്വാസത്തിൽ ഏറ്റവും തീക്ഷ്ണതയോടെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ പിറുപിറുപ്പ് കൂടാതെ അത് നിറവേറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. തീർച്ചയായും മലങ്കര സഭ സ്ത്രീകളുടെ പ്രവർത്തനത്തിനും സ്ത്രീകളുടെ സാന്നിധ്യത്തിനും എന്നും സ്വാഗതം അരുളാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവും ആർക്കും വേണ്ട. എന്നാൽ പടിഞ്ഞാറൻ നാടുകളിലുള്ള ഫെമിനിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ആശയഗതിയുണ്ട്. ഫെമിനിസം എന്ന് പറയുന്ന ആ ആശയം കൊണ്ട് അത് നമുക്ക് അതുപോലെ പകർത്താനായിട്ട് നിവൃത്തിയില്ല. അതുപോലെ പകർത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാൾ അതിഭയങ്കരമായിരിക്കും. കാരണം കുടുംബം എന്ന് പറയുന്ന ആശയം തകർത്ത് തരിപ്പണമാക്കപ്പെട്ട ഒരു സംസ്കാരമാണ് പാശ്ചാത്യ രാജ്യത്തുള്ളത്. എന്നാൽ ആർഷഭാരത സംസ്കാരത്തിലാണെന്നുണ്ടെങ്കിൽ കുടുംബം എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രകാശപൂർണമായ ആ സ്ഥാപനം അത് ഏറ്റവും ഇന്ന് ശോഭയായിട്ട് നിൽക്കുകയാണ്. അതിലേക്ക് കടന്നു വരാനുള്ള ശ്രമമാണ് പാശ്ചാത്യ രാജ്യത്തുള്ളത്. ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗ്ലോബലൈസേഷൻ മുഖാന്തരമായിട്ടും അതുപോലെ തന്നെ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം ആദിയായ കാര്യങ്ങൾ മുഖേന പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പല കാര്യങ്ങളുമാണ് വളരെ ഐഡിയൽ എന്ന വിചാരത്തോടെ പലപ്പോഴും ഭാരതം മുന്നേറാറുണ്ട്. അതിൻ്റേതായ അപകടങ്ങളും പ്രത്യാഘാതങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒക്കെ വലുതാണ്. ഞാനിത് പറയാനുള്ള കാരണം, 1985 ഞാൻ മേൽപ്പട്ടക്കാരനാകുമ്പോൾ എൻ്റെ ഭദ്രാസനത്തിൽ നിന്ന് ഒരൊറ്റ ഡൈവേഴ്സും ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് ഒരു മാസത്തിൽ 8-10 ഡൈവേഴ്സ് റീമാരേജ് പെർമിഷത്തിന് ഞാൻ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിൽ വേണം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു സ്ഥായിയായ ഭാവം ഉണ്ടാകുവാൻ എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവാധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ദൈവസന്നിധിയിൽ പ്രചോദിതരാകുന്നത്. മാർപ്പാപ്പ തിരുമേനി ലോകത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 100 ചില്ലുവാനം കോടി ജനതയുടെ പരമാധ്യക്ഷനാണ്. പക്ഷെ അദ്ദേഹം സാധാരണക്കാരനെ പോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും പാലസ് വിട്ട് സാധാരണ ജീവിതം നയിക്കുകയും ഏറ്റവും അവസാനമായി എനിക്ക് തോന്നിയത്, ഞങ്ങളെ രാത്രി വെളുപ്പിന് 5 മണിക്ക് ഓഫ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് അദ്ദേഹം കടന്നു വന്ന് ഞങ്ങൾ കാറിൽ കയറുന്ന സമയത്ത് അതുവരെ കടന്നു വന്നു എന്നുള്ളതാണ്. അതാണ് താഴ്മ എന്ന് പറയുന്നത്.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യുവർ ഹോളിനെസ്, യു ആർ പ്രൊമോട്ടിങ് എ ന്യൂ മെസ്സേജ് ടു ദ യങ്സ്റ്റേഴ്സ് ഇൻ ദ മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ നോ, ഐ എം എ സിന്നർ, പ്രേ ഫോർ മീ, ഐ എം എ സിന്നർ, പ്രേ ഫോർ മീ എന്ന് സ്വയം അവകാശപ്പെടുവാൻ തക്കവണ്ണമുള്ള 100 കോടി സഭയുടെ ജനങ്ങളുടെ ഒരു പരമാധ്യക്ഷൻ പറയാൻ തക്കവണ്ണം വിനയാന്വിതനാകുമ്പോൾ അതത്ര നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. 10 മിനിറ്റ് സംസാരിക്കാനാണ് മലങ്കര ഓർത്തഡോക്സ് ഡെലിഗേഷനെ സമയം അനുവദിച്ചത്. പക്ഷേ ഞങ്ങൾ സംസാരിച്ചത് 45 മിനിറ്റാണ്. അദ്ദേഹം സംസാരിക്കുന്നത് സ്പാനിഷ് ഭാഷയിലായിരുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. കഷ്ടിമുട്ടി എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല, അത് വേറെ കാര്യം. അതിനേക്കാൾ താഴ്ന്ന തരത്തിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിച്ചത്. അദ്ദേഹത്തിന് ജനിച്ച ഭാഷയിൽ സംസാരിച്ചു, സ്പാനിഷ് ഭാഷയിൽ. ഞാൻ ജനിച്ച ഭാഷയിൽ ഞാനും സംസാരിച്ചു. അദ്ദേഹം സ്പാനിഷ് ഭാഷയിൽ സംസാരിച്ച് എനിക്ക് മനസ്സിലായി. ഞാൻ മലയാളത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായി. ഹൃദയത്തിൻ്റെ ഭാഷ അവിടെയാണ് ഞാൻ കണ്ടത്. വിനയാന്വിത ജീവിതമാണ് ഒരു ജീവിതത്തിൻ്റെ വലിപ്പമെന്ന് പറയുന്നത്. നാം സ്വയം വലുതാകേണ്ട ആവശ്യമില്ല. വലിപ്പമുള്ള ഒരാൾക്ക് മാത്രമേ ചെറുതാകാൻ സാധിക്കുകയുള്ളൂ. ചെറിയൊരു മനുഷ്യനെ വലുതാകാൻ ഒക്കുകയില്ല. ഒരാൾ വലുതാണെന്ന് പറയുന്നെങ്കിൽ ആ ആൾ ഏറ്റവും ചെറുതാകാൻ കഴിവുള്ളവനായിരിക്കും. അതുകൊണ്ട് ചെറിയ മനുഷ്യനും വലിയ മനുഷ്യനും മാത്രമേ ചെറുതാകാൻ ഒക്കുകയുള്ളൂ. യേശുക്രിസ്തു വലിയ ഒന്നായിരുന്നത് കൊണ്ടാണ് ചെറുതായത്. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ പരാതിപ്പെടരുത്. കാരണം ദൈവം നമ്മളെ ഓരോ സ്ഥാനത്തേക്ക് തക്ക സമയത്ത് പിടിച്ചുയർത്തുമ്പോൾ അത് സന്തോഷത്തോടെയും പെറുപെറുപ്പ് കൂടാതെയും ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ് ജീവിതത്തിൻ്റെ മഹത്വമെന്ന് നാം തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് ചില ചിന്തകൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുൻപാകെ വെക്കാനുള്ളത്. ക്രൈസ്തവ ലോകത്തിൻ്റെ ധർമ്മം എന്താണ്? സ്നേഹസ്പർശം. അത് നിസ്സാരമല്ല. പ്രസംഗമല്ല നമുക്ക് വേണ്ടിയത്, പ്രവൃത്തിയാണ്. ധാരാളം നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗവുമുണ്ട്, ശബ്ദവുമുണ്ട്, ഘോഷമുണ്ട്. ശബ്ദവും ആഘോഷവും പ്രസംഗവും അതിന് 2ാം സ്ഥാനം മതി. നാം ശബ്ദിക്കാതെയും നാം ആഘോഷിക്കാതെയും എന്ത് പ്രവർത്തിക്കാൻ ഒക്കും? നമ്മോടൊപ്പം കഴിയുന്നവനെ കാണാനും അവനെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള നമ്മുടെ മനസ്സിൻ്റെ വിശാലതയാണ് ഏറ്റവും വലുത്. ഞാൻ ഈ സ്നേഹസ്പർശം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും ആശയങ്ങളും വളരെ വളരെ ഗംഭീരമാണ്. അത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. ലോകത്തിലെ സകല ദാരിദ്ര്യങ്ങളും സകല ആവശ്യങ്ങളും നിറവേറ്റാൻ ഒരുപക്ഷെ നമുക്ക് കഴിയുകയില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ചുറ്റുപാടിൽ നമ്മോട് ഇടപെടുന്ന സന്ദർഭത്തിൽ അത് വളരെ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും നമുക്ക് ആരെയൊക്കെ സ്നേഹത്തോടെ സ്പർശിക്കാൻ ഒക്കും, ആരെയൊക്കെ സ്നേഹത്തോടെ നമുക്ക് അവരെ കരുതാൻ ഒക്കും, അതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് പെൺമക്കൾ എന്ന് പറയുന്നതാണ് ഒരു പരിധിവരെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ലോകത്തെ മാറ്റിമറിക്കുവാൻ പുരുഷ ലോകത്തേക്കാൾ ഏറ്റവും കൂടുതൽ കഴിയുന്നത് പെൺമക്കൾക്കാണ്. അമ്മ എന്ന് പറയുന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. അമ്മ എന്ന് പറയുന്നത് ആ പ്ലസ് മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് വേണമെങ്കിൽ വായിക്കാം. അതിനർത്ഥം എന്താണെന്നറിയാമോ? മായിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്ക് വേണ്ടിയല്ല എന്നുള്ളൊരർത്ഥമുണ്ട്. അങ്ങനെ വായനയുണ്ട്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ഒരാൾ അമ്മയാകുമോ എന്ന്? എനിക്ക് ബോധ്യമില്ല. കുഞ്ഞിനെ ഒരാൾ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അമ്മയാകണമെന്നില്ല. അമ്മ എന്ന് പറയുന്ന ആൾ ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെയും ആൾരൂപമായി മാറുമ്പോഴാണ് അമ്മയാകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ആ അമ്മ എന്ന് പറയുന്നത് ഭൂമിയിലൊരു സ്ത്രീ മാത്രമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഗർഭപാത്രം വാടകയ്ക്ക് വേണ്ടി കൊടുത്ത് കാശ് മേടിക്കുന്ന അമ്മമാരില്ലേ? കുട്ടികളെ കൊല്ലുന്ന അമ്മമാരില്ലേ? അതുപോലെ തന്നെ ഹീനകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന അമ്മമാരില്ലേ? അവരെ അമ്മ എന്ന് വിളിക്കാമോ? ഇല്ല. അമ്മയ്ക്ക് വേണ്ടിയല്ല. നമ്മുടെ സന്യാസിനികൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ അമ്മമാരെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആധ്യാത്മികമായ അന്വേഷണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. നാം എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാതൽ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ
സത്യസന്ധതയോടെ വിശ്വസ്തയോടെ പുലർത്തുക. നമ്മുടെ സഭ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ എങ്ങനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും? സഭയ്ക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഇന്ന് ഈ ഉദാരീകരണവും ഗ്ലോബലൈസേഷനും ലിബറൈസേഷനും എല്ലാം വന്ന് മനുഷ്യൻ തന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ. ആ വിധത്തിലാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. അത് ഒരു പരിധിവരെ നാം അങ്ങനെ യാതൊരു ഉൾക്കാഴ്ചയുമില്ലാതെ സ്വയം പരിശോധനയ്ക്ക് വിധേയമാകാതെ മുന്നോട്ട് പോയാൽ മനുഷ്യരാശി വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും. അതിനേക്കാൾ മുൻപ് ദൈവത്തെ അന്വേഷിക്കുന്ന മനസ്സ്, മനുഷ്യനെ അന്വേഷിക്കുന്ന സ്നേഹ സ്പർശം, ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നാം മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു വികാരം നമ്മളിൽ ഉണ്ടാകും. ഇത് രണ്ടും ഒരുമിച്ചേ പോകത്തുള്ളൂ. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാൾക്ക് മനുഷ്യനെ സഹായിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ കഴിവിനൊത്തവണ്ണം ആകണമെന്നേ ഉള്ളൂ. രണ്ട് പൈസ, 2 കാശ് ഒരു ദൈവസന്നിധിയിൽ സമർപ്പണമായിട്ട് നിക്ഷേപിച്ച ഒരു വിധവ, ഒരു സാധു സ്ത്രീയുടെ ആ 2 പൈസ വിലപ്പെട്ട കാഴ്ചയായിട്ട് തമ്പുരാൻ കാണുന്നുണ്ട്. എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ, ചെറിയ ചെറിയ അറിവുകൾ, ചെറിയ ചെറിയ സ്നേഹസ്പർശങ്ങൾ, ഇതെല്ലാം ദൈവസന്നിധിയിൽ വിലപ്പെട്ട കാഴ്ചകളാണ്. അതുകൊണ്ട് അമ്മമാരെ, സഹോദരികളെ, പെൺമക്കളെ, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ജീവിക്കുക, ദൈവത്തെ അന്വേഷിക്കുക, നിങ്ങളുടെ ദൗത്യം എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. നിങ്ങളുടെ സ്നേഹസ്പർശം പരിപൂർണമായി കഴിവിൻ്റെ അപ്പുറത്ത് നിങ്ങളത് നിറവേറ്റുവാൻ തക്കവണ്ണം തീർച്ചയായും നിങ്ങൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ദീർഘമായി എനിക്ക് പറയാൻ സമയം അനുവദിക്കുന്നില്ല. ഈ വർഷം പെൺമയുടെ നന്മ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മിനിസ്ട്രി ഓഫ് എംപവർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. പെൺമയുടെ നന്മ. ആ പെൺമയുടെ നന്മ എന്ന് പറയുന്നത് ഒരുപാട് നന്മയുടെ കൂടാരമാണ്, നിലവറയാണ് ഓരോ സ്ത്രീത്വവും. ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് ഒരു തലമുറയെ മുഴുവനും വാർത്തെടുക്കുവാനും ഒരു സമൂഹത്തെ മുഴുവനും മാറ്റിമറിക്കുവാനും തക്കവണ്ണമുള്ള ദൗത്യം ദൈവം നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ദൗത്യം നിങ്ങൾ നിറവേറ്റണം. അതാണ് നമ്മളെ ഏറ്റവും വലുതുമായിട്ട് ദൈവം നമ്മിൽ നിന്ന് അന്വേഷിക്കുന്നത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഡൈവേഴ്സിറ്റി ഉണ്ട്, അതോടൊപ്പം അതിൽ യൂണിറ്റിയും ഉണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചേ പോകത്തുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ ഓർഡർ തന്നെ അങ്ങനെയാണ്. നമുക്ക് 10 വിരലുകളുണ്ട്. ഈ 10 വിരലുകൾക്കും ഒരേ നീളമില്ല, 10 വിരലുകൾക്കും ഒരേ വണ്ണമില്ല. എങ്കിൽ നാം വണ്ണം കുറഞ്ഞ വിരലായിരുന്നാലും വണ്ണം കൂടിയ വിരലായിരുന്നാലും ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ അതാതിൻ്റെ ദൗത്യം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് വിനയാന്വിതനായി താഴ്മയോടെ അത് നിറവേറ്റുമെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് കരുതും. ദൈവം നമ്മെക്കുറിച്ച് ഏറ്റവും അധികം സന്തോഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ കാണാൻ ഇടവന്നതിലും നിങ്ങളോട് 2 മിനിറ്റെങ്കിലും ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ, കാരണം ഈ നിങ്ങളുടെ പ്രോഗ്രാം വളരെ വൈകിയാണ് എനിക്ക് കുറിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതിനേക്കാൾ മുൻപ് പല പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോഴും എന്നോട് തമ്പുരാൻ പറയുന്നൊരു വാചകമുണ്ട്, ഇങ്ങനെ അലഞ്ഞു ഓടി നടക്കരുത്, കുറേയും കൂടെ റെസ്റ്റ് എടുക്കണം. ഈ പ്രാവശ്യത്തെ കാതോലിക്ക ദിന ശേഖരണത്തിൽ എനിക്ക് പങ്കെടുക്കാനൊത്തില്ല. കാരണം അത് ഒരുപക്ഷെ ജോർജിയും അതുപോലെ ക്രിസോസ്റ്റമോസ് തിരുമേനിയൊക്കെ എന്നെക്കുറിച്ച് പരിഭവിക്കുന്നുണ്ടാവും. ഞാനൊരു ഊമനാണ്, അവിടെയൊക്കെ എന്തോ പറയും, ഒന്നും പറയാൻ മേല, ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ യൂറോപ്പ് യാത്ര ഉണ്ടായതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ഒരു പരോളിൽ ഞാൻ ഇറങ്ങി അവിടെ കാര്യങ്ങളൊന്നും വലിയ പരിക്ക് കൂടാതെ രക്ഷപ്പെട്ടു പോകുന്നു. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബലഹീനായിരിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാൻ എനിക്ക് ചുമതലയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കുന്നു. അവാർഡ് ദാനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുകയാണ്. പലരുടെയും പേരുകളുടെ വായിച്ചു. ഡോക്ടർ സൂസൻ ജോർജ്, അതുപോലെ തന്നെ വീണ, അങ്ങനെ നമ്മൾ മറ്റു പലരുടെ പേര് എൻ്റെ മനസ്സിലില്ലാത്തതുകൊണ്ട് വിട്ടുപോകുന്നതെന്ന് മാത്രമുള്ളൂ, ആരെയും മറന്നിട്ടല്ല. ഞാൻ പറഞ്ഞത്, നാം അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം, പ്രോത്സാഹിപ്പിക്കേണ്ടവരെ പ്രോത്സാഹിപ്പിക്കണം, ഉത്തരവാദിത്തങ്ങൾ നൽകേണ്ടവരെ നൽകണം. അങ്ങനെ ഈ മലങ്കര സഭ സാക്ഷ്യമുള്ളൊരു സഭയായിട്ട് നിൽക്കണം. ക്രിസ്തീയ സഭ ആരംഭിച്ചയിടത്ത് ഇന്ന് കാണുന്നില്ല. ക്രിസ്തീയ സഭ ആരംഭിച്ച സ്ഥലങ്ങളിൽ ഇന്ന് ആ സഭയ്ക്ക് അടിവേരില്ലാതായിരിക്കുന്നു. പക്ഷേ മലങ്കര സഭയിൽ 2000 വർഷങ്ങൾക്കൊന്നുകൂടെ ആരംഭിച്ച മലങ്കര സഭയുടെ അടിവേരെ ആരും അറുത്തിട്ടില്ല. അല്പസ്വല്പമൊക്കെ ശാഖകളും കൊമ്പുകളും ഒക്കെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ
തായ്വേര് ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ദൈവം നമുക്ക് നൽകിയ വലിയ ആനുകൂല്യമാണത്. ആ ആനുകൂല്യത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹസ്പർശം എന്ന് പറയുന്ന പദ്ധതി നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാനുള്ള നിങ്ങളുടെ ശ്രമത്തെ ഞാൻ ശ്ലാഘിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരിൽ അഭിനന്ദിക്കേണ്ടവരെയും അംഗീകരിക്കേണ്ടവരെയും നിങ്ങൾ അംഗീകരിക്കാനുള്ള നിങ്ങളുടെ നല്ല മനസ്സിനെയൊക്കെ ഞാൻ ശ്ലാഘിക്കുന്നു. ഈ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനം ഇനിയും ഏറ്റവും ശക്തമായി മുന്നേറട്ടെ എന്ന് അറിയിച്ചുകൊണ്ട്, ഈ പ്രസ്ഥാനത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.